വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. അപ്പോൾ നമുക്കിന്ന് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിലെ ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എക്സാംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് എടുത്തേക്കുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഷിയർ സ്പാൻ ഈസ് ഡിഫൈൻഡ് ആസ് ദി സോൺ വെയർ bending moment is 0, shear force is 0, shear force is constant, bending moment is constant. ഷിയർ സ്പാൻ എന്ന് പറയുന്നത് എന്താണ് ഡിഫൈൻ ചെയ്യുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഷിയർ സ്പാൻ എന്ന് പറഞ്ഞാൽ അത് ഡിഫൈൻ ചെയ്യുന്ന വേറൊന്നുമല്ല, ഷിയർ ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണെന്നാണ്. ഓക്കെ, ഷിയർ സ്പാൻ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്നത് ഷിയർ ഫോഴ്സ് ഈസ് കോൺസ്റ്റൻ്റ്. ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ഇനിയും ചോദിക്കാൻ ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒന്നിൽ ആൻസർ സി ആണ് വരുന്നത്. ഷിയർ ഫോഴ്സ് ഈസ് കോൺസ്റ്റൻറ്റ്. ഷിയർ സ്പാൻസ് ഡിഫൈൻ ചെയ്യുന്നത് ഷിയർ ഫോഴ്സ് ഈസ് കോൺസ്റ്റൻറ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇഫ് എ കാൻഡിലിവർ ബീം ക്യാരീസ് എ യൂണിഫോംലി വേരിയിങ് ലോഡ്, zero intensity at the free end, W per unit at the fixed end, then the shape of the bending moment diagram is a cubic parabola, quadratic parabola, straight line, triangle. അപ്പോൾ ഇതിൽ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാമാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാമും ഷിയർ ഫോഴ്സ് ഡയഗ്രാമും അറിഞ്ഞു വെച്ചിരുന്നാൽ ഏകദേശമുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് പറയുന്നത് വെച്ച് നമുക്കൊന്ന് വരച്ച് നോക്കിയാലോ. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന കാൻഡിലിവർ ബീം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാൻഡിലിവർ ബീം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ ഇരിക്കുന്ന, വൺ എൻഡ് ഈസ് ഫിക്സ്ഡ് ആൻഡ് അതർ എൻഡ് ഈസ് ഫ്രീ. അതാണ് കാൻഡിലിവർ ബീം. അതിൽ ആക്ട് ചെയ്യുന്ന എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്, യൂണിഫോംലി വേരിയിങ് ലോഡാണ്. വേരിയിങ് ലോഡാണ് ആക്ട് ചെയ്യുന്നത്. സോ യൂണിഫോംലി വേരിയിങ് ലോഡാണ്. അതുപോലെ തന്നെ സീറോ ഇൻറ്റൻസിറ്റി അറ്റ് ദി ഫ്രീ എൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഫ്രീ എൻഡിൽ സീറോ ഇൻറ്റൻസിറ്റി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അത്യാവശ്യം വലിയ ഇൻക്രീസിങ് ഓർഡർ നോക്കുകയാണെങ്കിൽ ഫിക്സഡ് എൻഡിലായിരിക്കും വരുന്നത്, മറ്റത് സീറോ എൻഡാണ്. അവിടെ ആക്ട് ചെയ്യുന്നത് W പെർ യൂണിറ്റ് അറ്റ് ദ ഫിക്സഡ് എൻഡാണ്. ദെൻ ദ ഷേപ്പ് ഓഫ് ദ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. ഇങ്ങനെ വേരി ചെയ്യുന്ന, യൂണിഫോമിൽ വേരിയിങ് ചെയ്യുന്ന ഒരു കാൻഡിലിവർ ബീമിൻ്റെ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഷേപ്പാണ് ചോദിച്ചേക്കുന്നത്, താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്ന്. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം നമുക്കറിയണം ബെൻഡിങ് മൊമെൻറ്റ് ഷിയർ ഫോഴ്സ്. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം പറയാൻ പോകുന്നത് ഷിയർ ഫോഴ്സ് ആണ്. നോർമലി ഇതിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറയുന്നത് പാരാബോളിക് നേച്ചറിലാണ് വരുന്നത്. ഓക്കെ, ഒരു പാരാബോളിക് നേച്ചറിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഫിക്സഡ് എൻഡിൽ WL/2ഉം ഇവിടെ 0യും ആണ് വരുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക, WL/2ഉം 0യും ആണ് വരുന്നത്. ഇത് ഞാൻ വരച്ചത് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആണ്. ഓക്കെ, പോസിറ്റീവായിട്ടാണ് വരുന്നത് ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഇനി ഞാൻ വരയ്ക്കാൻ പോകുന്നത് ഇതിൻ്റെ തന്നെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ആണ്. നമ്മുടെ ക്വസ്റ്റ്യനും ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാമാണ് പറഞ്ഞേക്കുന്നത്. സോ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ക്യൂബിക് പരാബോളയാണ് വരുന്നത്. എന്താണ് വരുന്നത്? ക്യൂബിക് പരാബോളയാണ് വരുന്നത്. ഇതിൻ്റെ മെഷർമെൻറ്റ് ഫിക്സഡ് എൻഡിലെ WL²/6. ഈ ഒരു ഇക്വേഷൻ നോക്കി വയ്ക്കുക. ഇനി അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇക്വേഷൻ യൂസ് ചെയ്തൊക്കെ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാം. ഓക്കെ, WL²/6 ആണ്. നമ്മുടെ ഷേപ്പ് എന്തായിരുന്നു? ക്യൂബിക് പരാബോള. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എഴുതൂടെ? എന്താണ് ആൻസർ എന്ന് പറയുന്നത്? നമ്മുടെ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഷേപ്പാണ് ചോദിച്ചിരിക്കുന്നത്, അതും യൂണിഫോംലി വേരിയിങ് ലോഡ്. ആൻസർ വരുന്നത് ക്യൂബിക് പരാബോള. ഓക്കെ, ഷിയർ ഫോഴ്സിൻ്റെ ഷേപ്പ് ചോദിച്ചാൽ വെറും പരാബോള, അതുപോലെ ബെൻഡിങ് മൊമെൻറ്റ് ആയതുകൊണ്ട് ക്യൂബിക് പരാബോള. Third question, the maximum bending moment at the fixed end of a cantilever beam with uniformly distributed load for the entire span. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞത് യൂണിഫോംലി വേരിയിങ് ആയിരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ച്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. നമുക്കൊന്ന് വരച്ചു നോക്കാം. കാൻറ്റിലിവർ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് വരുന്ന സമയത്ത് ഫിഗർ, അതും നമുക്ക് ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെൻ്റ് ഒന്ന് നോക്കാം. ഷിയർ ഫോഴ്സിൻ്റെ ഇക്വേഷൻ, നമ്മുടെ ഫിഗർ വരുന്നതെന്ന് പറഞ്ഞാൽ, സോ ഒരു ലീനിയർ ബേസിസിലായിരിക്കും, UDL അല്ലേ. അപ്പോൾ നമുക്ക് വരുന്നത് ഒരു ലീനിയർ ബേസിസിലുള്ള ഒരു ഫിഗറാണ് നമുക്ക് എന്തിൽ വരുന്നത്? ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ വരുന്നത്. ഓക്കെ, ലീനിയർ ബേസിസിലുള്ള ഒരു ലൈനാണ് നമുക്ക് ഷിയർ ഫോഴ്സിൽ വരുന്നത്. ഫിക്സഡ് എൻഡ് എന്ന് പറയുമ്പോൾ WL ആണ്. ശ്രദ്ധിക്കുക, ഇത് ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഇനി ഞാൻ വരയ്ക്കാൻ പോകുന്നതാണ് ബെൻഡിങ്. അപ്പോൾ ഷിയർ ഫോഴ്സ് ലീനിയർലി ആണ് വേരി ചെയ്യുന്നത്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ബെൻഡിങ് മൊമെൻറ്റ്. ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ പാരാബോളിക് ഷേപ്പിലാണ് ഇരിക്കുന്നത്. എന്താണ്? പാരാബോളിക് ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഓക്കെ, പാരാബോളിക് ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഷേപ്പ്
പരാബോള. അതുപോലെ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എത്രയാണ് വരുന്നത്? WL²/2. ശ്രദ്ധിക്കുക, യൂണിഫോമിലി വേരിയിങ് ആയിരുന്നു എങ്കിൽ WL²/6 യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത് WL²/2 ആണ്. അപ്പം നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ ഉണ്ടോ? അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, WL²/2. Next question. In a simply supported beam, the point where the maximum bending moment occurs. ശ്രദ്ധിക്കാം, സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മിഡ് സ്പാനിലാണോ ആക്ട് ചെയ്യുന്നത്, UDL ആണോ ആക്ട് ചെയ്യുന്നത്, UVL ആണോ, ഒന്നും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. സിമ്പിളായിട്ടാണ് ചോദിച്ചിരിക്കുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ബീം. അതിൽ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എവിടെയാണ് ഒക്കർ ചെയ്യുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ആൻസർ വരുന്നത് അറ്റ് ദ പോയിന്റ് വേർ ഷിയർ ഫോഴ്സ് ഈ 0. എവിടെയാണോ ഷിയർ ഫോഴ്സ് 0 ആകുന്ന പോയിന്റ്, ആ പോയിന്റിലായിരിക്കും അവിടുത്തെ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വരുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ സിംപ്ലി സപ്പോർട്ടഡ് ബീം നമുക്കൊരു പോയിന്റിലോട് വരുന്ന ഒരു ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം നമുക്ക് വരച്ചു നോക്കാം. ഇപ്പോൾ ഇതാണ് സിംപ്ലി സപ്പോർട്ടഡ് ബീം. ഇതിൽ മിഡ് സ്പാനിൽ ഒരു ലോഡ് ആക്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ഇതിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. സോ എങ്ങനെയാണ് വരുന്നത്? ഈ ലോഡ് ആക്ട് ചെയ്യുന്നിടത്ത് ഷിയർ ഫോഴ്സ് 0 ആയിട്ടാണ് വരുന്നത്. ഓക്കെ ഇല്ലേ? ലോഡ് ആക്ട് ചെയ്യുന്നിടത്ത് ഷിയർ ഫോഴ്സ് 0യും സൈഡിൽ നോക്കുകയാണെങ്കിൽ, അതിൻ്റെ സപ്പോർട്ടിൽ നോക്കുകയാണെങ്കിൽ W/2 ആണ് വരുന്നത്. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ തന്നെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരച്ചാലോ? എങ്ങനെയാണ് വരുന്നത്? ഷിയർ ഫോഴ്സ് എവിടെ 0 ആയി, ശ്രദ്ധിക്കുക, ഷിയർ ഫോഴ്സ് എവിടെ 0 ആയി അവിടെ ആയിരിക്കും മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വരുന്നത്. ഇതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇത് തന്നെയാണ് ചോദിച്ചേക്കുന്നത്. ഷിയർ ഫോഴ്സ് 0 ആകുന്ന സ്ഥലത്തായിരിക്കും മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഉണ്ടാകുക. അപ്പോൾ നമുക്ക് 4C ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ആൻ ഓവർഹാങ്ങിങ് ബീം, ദ പോയിന്റ് വേർ ദ ബെൻഡിങ് മൊമെൻറ്റ് ചേഞ്ചസ് സൈൻ ഈസ്. ഓവർഹാങ്ങിങ് ബീമിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ബെൻഡിങ് മൊമെൻറ്റിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുന്ന ആ ഒരു പോയിന്റിനെ പറയുന്ന ഒരു പേര്. ഇത് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ആൻസർ വരുന്നത്? പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ ലോഡഡ് ബീം ദ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്. ഒരു ലോഡഡ് ബീമിൽ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്തിനെ റെസിസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ നമ്മുടെ ഓപ്ഷൻസ് ബെൻഡിങ് മൊമെൻറ്റ്, ഷിയർ ഫോഴ്സ്, സപ്പോർട്ട് പോയിന്റ്, ബിയറിംഗ് സ്ട്രെസ്. എന്തിനായിരിക്കും വരുന്നത് ആൻസർ? ബെൻഡിങ് മൊമെൻറ്റ്. 7th ക്വസ്റ്റ്യൻ. ഇൻ എ കാൻഡിലീവർ ലെങ്ത് L carrying a gradually varying load 0 at the free end to W per unit run at the fixed end, the maximum bending moment is. ഒന്ന് വരച്ച് നോക്കാം നമുക്ക്. കാൻഡിലീവർ ആണ്, L ആണ് ക്യാരി ചെയ്യുന്നത്, ഗ്രാജുവലി വേരിയിങ് ലോഡാണ്, 0 ആണ് എവിടെ വരുന്നത്? ഫ്രീ എൻഡിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ നേരത്തെ വരച്ച സെയിം ഫിഗറാണ് വന്നത്. ഗ്രാജുവലി വേരി ചെയ്യുന്ന ലോഡാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫിക്സഡ് എൻഡിലായിരിക്കും അവിടെ എന്ത് വരുന്നത്? W per meter വരുന്നത്, ലോഡ് വരുന്നത്, മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ്. സെയിം കാര്യം നമ്മൾ നേരത്തെ വരച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ? അറിയില്ലേ എങ്ങനെയാണ്? ഞാൻ നേരത്തെ ഷിയർ ഫോഴ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഷിയർ ഫോഴ്സ് പറയുന്നില്ല. ഇതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം എങ്ങനെയായിരിക്കും വരുന്നത്? ഈ ഒരു രീതിയിലായിരിക്കില്ലേ വരുന്നത്? ക്യൂബിക് പരാബോള. നേരത്തെ പറഞ്ഞായിരുന്നു നമ്മൾ, ക്യൂബിക് പരാബോളയാണ്. ഇതിൻ്റെ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത് WL²/6 ആണ്. ആൻസർ എത്രയാണ് വരുന്നത്? 7th D ആണ്, WL²/6. Next question. The slope of the bending moment diagram of any section of a loaded beam is. ശ്രദ്ധിക്കുക, സ്ലോപ്പ് ഓഫ് ദി ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം എന്നാണ് പറയുന്നത്. ഏതൊരു സെക്ഷൻ ആയാലും എങ്ങനെ ആയിരിക്കും എന്നാണ് ചോദിക്കുന്നത്. മാക്സിമം ഷിയർ ഫോഴ്സ്, മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ്, ഷിയർ ഫോഴ്സ് അറ്റ് ദ സെക്ഷൻ, നൺ ഓഫ് ദി എബോ. നമുക്ക് ആൻസർ വരുന്നത് ഷിയർ ഫോഴ്സ് അറ്റ് ദി സെക്ഷനാണ്. ആ സെക്ഷനിലുള്ള ഷിയർ ഫോഴ്സ് ആണ് സ്ലോപ്പ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, ദ സ്ലോപ്പ് ഓഫ് ദ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഓഫ് എനി സെക്ഷൻസ് ഓഫ് എ ലോഡഡ് ബീം ഈസ് ഷിയർ ഫോഴ്സ് അറ്റ് ദി സെക്ഷൻ. The variation of bending moment diagram over the length of a beam carrying uniformly increasing load is. വീണ്ടും അത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. യൂണിഫോമി ഇൻക്രീസിങ് ലോഡിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഏത് ഷേപ്പാണ്? നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതേ ഉള്ളൂ. ഏത് ഷേപ്പാണ്? ക്യൂബിക് പരാബോള. സോ ക്യൂബിക്കൽ. ഇവിടെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നത് ക്യൂബിക്കൽ. 10th question. A simply supported beam of span L unit is subjected to 2 concentrated loads of W kilonewton acting at L/4 from both ends. The shear force at the midpoint of the beam will be. Simply supported ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ,
എൽ സ്പാൻ ആണ്. സബ്ജക്റ്റഡ് ടു 2 കോൺസെൻട്രേറ്റഡ് ലോഡ് W കിലോന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട്. രണ്ട് എൻഡിൻ്റെയും L/4 ഡിസ്റ്റൻസ് ബേസ് ചെയ്തിട്ടാണ് എന്ത് ആക്ട് ചെയ്തിരിക്കുന്നത്, W എന്ന് പറയുന്ന ലോഡ് ആക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഷിയർ ഫോഴ്സ് അറ്റ് ദ മിഡ് പോയിൻ്റ് ഓഫ് ദ ബീം വിൽ ബി, ഈ മിഡ് പോയിൻറ്റിൻ്റെ ഷിയർ ഫോഴ്സ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത്രയത്തിൻ്റെ ഷിയർ ഫോഴ്സ് എങ്ങനെയേ വരുള്ളൂ, നമുക്ക് 0 ആയിട്ടേ വരുള്ളൂ. ഓപ്ഷൻ ഡി. സോ 11th question. A cantilever beam of 5 meter carries a uniformly distributed load of 10 kilonewton per meter throughout the span. What is the maximum bending moment? നമുക്കൊന്ന് വരച്ച് നോക്കാം. കാൻഡിലിവർ ബീമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ്. 5 മീറ്റർ ആണ് സ്പാൻ പറഞ്ഞിരിക്കുന്നത്. ലോഡ് പറഞ്ഞിരിക്കുന്നത് 10 കിലോന്യൂട്ടൺ പെർ മീറ്റർ. ശ്രദ്ധിക്കുക, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. നമ്മൾ നേരത്തെ വരച്ചപ്പോൾ മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് UDLൻ്റെ കണ്ടീഷനിൽ പറഞ്ഞായിരുന്നു WL²/2. W 10 ആണ്, L 5 ആണ്, 5²/2. നമുക്ക് എത്ര കിട്ടും? 125 കിലോന്യൂട്ടൺ മീറ്റർ എന്നാണ് കിട്ടുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ ഈസ് ദ പോയിന്റ് വെയർ. പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ചറിൻ്റെ കാര്യമാണ് ഇവിടെ തന്നിരിക്കുന്ന. ലെഫ്റ്റ് ആപ്റ്റ് ആൻസർ എന്ത് തന്നെയാണ്? ബെൻഡിങ് മൊമെൻറ്റ്, ചേഞ്ചസ് സൈൻ. ഇതൊക്കെ പല രീതിയിൽ മാറിയും തിരിഞ്ഞും ഒക്കെ ചോദിക്കാറുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാം പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുമാണ്.